വെൽക്കം ടു വീണാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ പൂന്തോട്ടം ഒന്ന് വൃത്തിയാക്കിയാലോ. വളരെ വൃത്തികേടായിട്ട് കിടക്കുക. മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഞാൻ ഒട്ടും ശ്രദ്ധിക്കാതിരുന്ന സംഭവമാണ് ഇതൊക്കെ. നമുക്ക് ആദ്യം ഇതെവിടെ വെച്ച് തുടങ്ങണമെന്നൊരു തിട്ടവും ഇല്ല. നമുക്കിത് ആദ്യം ചെടിയൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഓരോരോ ചട്ടികളായിട്ട് മാറ്റി വെക്കാം. ചട്ടി മാത്രമല്ല കേട്ടോ, ഞാൻ കവറിലും വെച്ചിട്ടുണ്ട് ഓരോരോ ചെടികൾ. അതിങ്ങനെ മാറ്റി വെക്കുന്ന ഇടയ്ക്ക് കളയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മഴക്കാലമായതുകൊണ്ട് ഞാൻ ഒട്ടും ശ്രദ്ധിക്കാറില്ലെന്ന്. അതുകൊണ്ട് ആ കളകളൊക്കെ ഞാൻ പറിക്കുകയാണ് ചെയ്യുന്നത്. കളകളൊക്കെ പറിക്കുകയും ഇങ്ങനെ മാറ്റി വെക്കുകയും ചെയ്യുകയാണ്. ഇത്രയും ചട്ടികളുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, കരിയിലയൊക്കെ ആയിട്ട് വന്ന് കിടക്കുക. ആകെപ്പാടെ വൃത്തികേടായി, പുല്ലുമൊക്കെ ആയിട്ട്. ഇതെല്ലാം ഇനിയിപ്പം വൃത്തിയാക്കണമല്ലോ. ശരിക്കും വൃത്തികേടായിട്ട് കിടക്കുന്നില്ലേ, ഒരു ഭംഗിയില്ല. എന്ത് നല്ല ഭംഗിയായിരുന്നു പൂന്തോട്ടം കാണാൻ. ഇത്രയും ചെടിയുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇത് കിളയ്ക്കാം. ഈ പുല്ല് സത്യം പറഞ്ഞാൽ മഴയൊക്കെ ആയതുകൊണ്ട് എളുപ്പമുണ്ട് കേട്ടോ, കിളയ്ക്കാനൊക്കെ വളരെ എളുപ്പമുണ്ട്. നല്ല രീതിയിൽ ഞാൻ കിളക്കിയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ പുല്ലൊക്കെ ഉള്ളത് കൊണ്ട് ഇഴജന്തുക്കൾ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ നല്ല രീതിയിൽ തൂക്കുകയാണ് ചെയ്യുന്നത്. കരിയിലൊക്കെ തൂക്കുമ്പോൾ അമ്മയും വന്ന് സഹായിക്കുന്നുണ്ട്. അമ്മയും കൂടെ ഉള്ളത് കൊണ്ട് വളരെ എളുപ്പമായിട്ടുണ്ട് ജോലിയൊക്കെ. അമ്മ ഒരു ഭാഗത്ത് ഇങ്ങനെ തൂത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അമ്മ മാറിയിരുന്ന കമൻസൊക്കെ പറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കാറുമുണ്ട് കേട്ടോ. അതുകൊണ്ട് അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് വളരെ എളുപ്പമാകുന്നുണ്ട് പണികളൊക്കെ. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ വൃത്തിയായി കേട്ടോ. ഇനി കട്ടയൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട്, വളരെ വലിയ പൂന്തോട്ടമൊന്നുമല്ല, എനിക്ക് പറ്റുന്ന രീതിയൊക്കെയാണ് ഞാൻ ശരിയാക്കുന്നത്. ഇപ്പം വളരെ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ ഇഴജന്തുക്കൾ വരാതിരിക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഓരോ ചട്ടിയുണ്ട് ഇവിടെ കൊണ്ടുവെക്കുകയാണ്. കല്ലിങ്ങനെ വെച്ചിട്ട് ഓരോ ചട്ടികൾ ഇങ്ങനെ കൊണ്ടുവെക്കുകയാണ്. എനിക്ക് കൂടുതൽ ഇലച്ചെടികളാണ് ഉള്ളത്. സ്പൈഡർ പ്ലാന്റ്സും ഒക്കെ ഉണ്ട്. ഒരുപാട് ഇലച്ചെടികളാണ് എനിക്ക് കൂടുതലും ഉള്ളത്. അപ്പം ഞാൻ ഇലച്ചെടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോരോ ചട്ടി ഇങ്ങനെ അലങ്കരിച്ച് വെക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ ചട്ടിയൊക്കെ മണ്ണ് പറ്റി പിടിച്ചിട്ടുണ്ട്. ആ മണ്ണും കൂടെ ഞാൻ ഇളക്കി വെച്ചേക്കുന്നത്. അടിപൊളിയായിട്ടില്ലേ. ഇങ്ങനെയാണ് ഞാൻ അലങ്കരിച്ച് വെച്ചേക്കുന്നത്. സൂപ്പറായിട്ടില്ലേ. ഒരുപാട് ഇലച്ചെടികളൊക്കെ ഉണ്ട്. അഗ്ലോണിമ, സ്പൈഡർ പ്ലാന്റ്സ്, പിന്നെ കുറേ ചെടികളുടെയൊന്നും പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. എനിക്ക് പറ്റുന്ന രീതിയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആ കാടുകളൊക്കെ ഒന്ന് മാറിയിട്ടില്ലേ. ഓർക്കിഡുമൊക്കെ ഉണ്ട്. ഒരുപാട് കണ്ണാടി ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ, ടേക്ക് കെയർ.